വിഷയം ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു വളരെ ഹ്രസ്വമായിട്ടെങ്കിലും എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം എന്താണ് ഇവിടെ ചർച്ചയിൽ വരുന്നത് അത് വളരെ സിനോപ്റ്റിക്കായിട്ടാണ്. ഇന്ത്യയിലെ പ്രമുഖരായ സ്വാഗതം ആശംസിച്ചപ്പോൾ അതിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. 3 ദിവസങ്ങളെ കഴിയുമ്പോൾ നമ്മൾ 80ാമത്തെ സ്വാതന്ത്ര്യ ദിനം ആചരിക്കുകയാണ്. 79 വർഷം കഴിഞ്ഞ ദിനം 80ാമതാണ്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് അന്തർദേശീയ തലത്തിൽ അന്നത്തെ ഭൂപടത്തിൽ പല നേതാക്കന്മാരും, പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യത്തിലെ നേതാക്കന്മാരെല്ലാം ഇവിടെ ജനാധിപത്യം വേരുള്ളത്തില്ല, ഉറപ്പായിട്ടും ഇവിടെ നടക്കത്തില്ല എന്നാണ്. അതിന് പ്രധാന കാരണം നമുക്ക് സാക്ഷരതയില്ല, വിദ്യാഭ്യാസമില്ല, ജനാധിപത്യത്തിലുള്ള പരിചയമില്ല, സാമൂഹ്യ മാറ്റങ്ങളില്ല. അവരൊക്കെ പറഞ്ഞതിനകത്ത് അർത്ഥമില്ലാതെ ഇല്ല. കാരണം യൂറോപ്പിലേക്കുള്ള ജനാധിപത്യ രാജ്യങ്ങളിൽ കണ്ടത് സമൂഹം മാറിയതിനു ശേഷമാണ് ചക്രവർത്തി ഭരണത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്ക് ഒരു മാറ്റം ഉണ്ടാകുന്നത്. യൂറോപ്പിലെ പശ്ചാത്തലം അതായിരുന്നു. സമൂഹത്തിലുള്ള വലിയ മാറ്റങ്ങൾക്ക് ജന്യ സമ്പ്രദായം ഉൾപ്പെടെ മറ്റു പല പ്രശ്നങ്ങൾ ഉൾപ്പെടെ അതെല്ലാം ഘട്ടഘട്ടമായി മാറ്റി അതോടൊപ്പം അവിടുത്തെ സാമൂഹ്യ മാറ്റങ്ങൾക്ക് ജനാധിപത്യ സംവിധാനത്തിലേക്ക് ഒരു രാഷ്ട്രീയ മാറ്റം കൊണ്ടുവരുന്ന ഒരു പ്രക്രിയ നൂറ്റാണ്ടുകൾ കൊണ്ട് നടന്നതിന് ശേഷമാണ് സ്വാഭാവികമായ ഒരു പാർലമെന്റ് ജനാധിപത്യം യൂറോപ്യൻ രാജ്യങ്ങളിൽ ശക്തമായി. ഞാൻ യൂറോപ്പിനെ കുറിച്ചാണ് ആദ്യം പറഞ്ഞത്. ഇത് കണ്ടിട്ടാണ് പിന്നീട് അമേരിക്കയിൽ വ്യത്യസ്തമാണെങ്കിലും പ്രസിഡൻഷ്യൽ സമ്പ്രദായം കൊണ്ടുവരികയും പാർലമെന്റ് സമ്പ്രദായത്തിൽ നിന്ന് വേറിട്ട് ഒരു പുതിയൊരു മാതൃക അവതരിപ്പിക്കുകയും ചെയ്യും. അപ്പൊ നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ ഇത് നടപ്പിലാക്കുന്ന സമയത്ത് തന്നെ നമ്മളിൽ ഏത് നടപടി എടുക്കണമെന്ന് ആലോചിച്ചപ്പോൾ ഡോക്ടർ അംബേദ്കർ വളരെ വ്യക്തമായി പറഞ്ഞു, നമുക്ക് പരിമിതികൾ ഒരുപാടുണ്ടെങ്കിലും പ്രാഥമിക സ്വഭാവത്തിന് ഏറ്റവും നല്ലത് പാർലമെന്റ് ജനാധിപത്യമാണ്. വിവിധ വിഭാഗങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റുന്നത് പാർലമെന്റ് ജനാധിപത്യത്തിനാണ്. അതോടൊപ്പം സമൂഹത്തിലെ നേതൃത്വം വളർന്നു വരാനുള്ള പശ്ചാത്തലം സൃഷ്ടിക്കാനും ഈ സമ്പ്രദായത്തിന് കഴിയും. ബാക്കി കാര്യങ്ങൾ നമുക്ക് കവർ ചെയ്യാവുന്നതേ ഉള്ളൂ എന്നുള്ള പ്രതീക്ഷയിൽ ബ്രിട്ടീഷ് മോഡലിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് നമുക്കൊരു സിസ്റ്റം പാർലമെന്ററി ഡെമോക്രസി കൊണ്ടുവരും. അതിന് ഒരുപാട് പരിമിതികളുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ള അക്കാഡമിഷ്യൻസ് അതിനകത്തുള്ള പ്രശ്നങ്ങളെ ഒരുപാട് വിമർശിക്കുകയും അതേസമയം ഒരു അമേരിക്കൻ മോഡലിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ലാത്തതിന്റെ ബുദ്ധിമുട്ടും ചർച്ചയിൽ വന്നിട്ടുണ്ട്. ഞാൻ വ്യക്തിപരമായിട്ട് അന്നത്തെ കാലത്ത് ആദ്യം എഴുതിയിരുന്നത് ഇപ്പോഴെല്ലാം ഒരു 15 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ലേഖനങ്ങൾ എഴുതിയപ്പോഴൊക്കെ പറഞ്ഞത് ഫ്രാൻസിന്റെ 5ാം റിപ്പബ്ലിക്കിൽ കണ്ട ഒരു അർത്ഥ പാർലമെന്ററി അർത്ഥ പ്രസിഡൻഷ്യൽ സമ്പ്രദായം ഇതിന് മധ്യേ നിൽക്കുന്നതാണ് നമുക്ക് കൂടുതൽ അഭികാമ്യം എന്നുള്ള ഒരു നിലപാടിലാണ് ഞാൻ പറഞ്ഞത്. പാർലമെന്ററി വേണം, ശക്തമായ പ്രസിഡന്റും വേണം, പ്രധാനമന്ത്രിയും വേണം. ആ ഒരു സമ്പ്രദായം ഡീഗോള് ഫ്രാൻസിൽ കൊണ്ടുവന്നതിന് ശേഷം അവിടുത്തെ രാഷ്ട്രീയ അസ്ഥിരത മാറി എന്നുള്ളതാണ്. അത് 5ാം റിപ്പബ്ലിക്ക്, കാരണം 4ാം റിപ്പബ്ലിക്ക് 45 സ്വാതന്ത്ര്യ യുദ്ധത്തിന് ശേഷം ഉണ്ടായത് 13 വർഷം കൊണ്ട് 26 ഗവൺമെന്റ് ഉണ്ടായി. 6 മാസമാണ് ഗവൺമെന്റിന്റെ കാലാവധി. പക്ഷെ നമ്മുടെ പശ്ചാത്തലത്തിൽ അങ്ങനെ ആയിരുന്നു. ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. നമ്മുടെ പശ്ചാത്തലത്തിലേക്ക് വരുമ്പോൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആ ഒരു സ്വാധീന ശക്തി കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിവിധകാലം രാജ്യത്ത് ഭരിക്കാൻ കഴിയും. അപ്പൊ അത് കഴിഞ്ഞ ആ കാലഘട്ടം കോൺഗ്രസിന്റെ ആ സ്വാധീനത്തിന്റെ പശ്ചാത്തലങ്ങൾ ഇന്നിപ്പോൾ അസ്തമിച്ചു എന്ന് ഏതാണ്ടൊക്കെ പറയാം. ചില സംസ്ഥാനങ്ങളിലൊക്കെ 5 സംസ്ഥാനങ്ങൾ ഭരിക്കുന്നുണ്ടെങ്കിൽ പോലും വലിയ രീതിയിൽ അവിടെ നമ്മുടെ കക്ഷി സമ്പ്രദായം മാറി. അത് അനുസരിച്ച് ദേശീയ തലത്തിൽ കുറെ കാലഘട്ടത്തിൽ അസ്ഥിരത ഉണ്ടായി. നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ 89 പശ്ചാത്തലം, 72 അടിയന്തരാവസ്ഥ വന്നതിന് ശേഷം വന്നിട്ടുള്ള ഗവൺമെന്റ് ഒന്നും ആയുസുണ്ടായി. പിന്നീട് BJP ശക്തമായി വന്നതിന് ശേഷമാണ് സ്റ്റേബിൾ അൾട്ടർനേറ്റീവ് പൊളിറ്റിക്സ് വന്നത്. ഇന്നും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 6 ദേശീയ പാർട്ടികൾ മാത്രമേ ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചിട്ടുള്ളൂ. അതിൽ കോൺഗ്രസും BJP കഴിഞ്ഞാൽ ബാക്കിയുള്ളതിനെ കുറിച്ച് പറയാതിരിക്കുന്നു. ആം ആദ്മി പാർട്ടിയാണെങ്കിലും CPM ആണെങ്കിലും ബഹുജൻ സമാജ് പാർട്ടി ആണെങ്കിലും ബാക്കി 4 പ്രസക്തിയില്ല. CPI ദേശീയ പാർട്ടിയാണ്, CPM കഷ്ടിച്ച ദേശീയ പാർട്ടിയാണ്. ആം ആദ്മി പാർട്ടി 2 സംസ്ഥാനങ്ങളിലും ഒരു സംസ്ഥാനത്തെ ഭരിക്കുന്നു. അതേപോലെ BSPയുടെ ശക്തി എത്ര
പിന്നെ ഒന്ന് നാഗാലാൻഡ് പീപ്പിൾസ് പാർട്ടി. അതായത് അപ്പോൾ അത് ഇലക്ഷൻ കമ്മീഷന്റെ പ്രത്യേക ചില കണക്കുകൾ വെച്ച് ചെറുതും വലുതും വ്യത്യാസമില്ലാതെ 4 സംസ്ഥാനങ്ങളിൽ ഇത്ര ശതമാനം വോട്ട് കിട്ടിയ ദേശീയ പാർട്ടിയാണ്. ആ പശ്ചാത്തലത്തിൽ ദേശീയ സ്ഥാനം കിട്ടി. ശരിക്കും കോൺഗ്രസും BJP മാത്രമേ ഉള്ളൂ ഇവിടെ ശക്തമായ ലേഔട്ടുള്ള പാർട്ടി. അതിലേക്ക് ആ വിഷയം അതിലേക്കല്ല നമ്മൾ വരുന്നത്. ഇപ്പോഴത്തെ വിഷയമൊന്നല്ല. പാർലമെന്ററി സമുദായത്തിൽ സാമുദായിക പാർട്ടി, ട്രഡീഷണൽ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ വിശ്വാസ്യത കുറയുന്നു എന്നുള്ളൊരു പശ്ചാത്തലത്തിലായിരിക്കാം നമുക്ക് ഈ സ്ട്രീറ്റ് പൊളിറ്റിക്സിന്റെ ഒരു പ്രാമുഖ്യം സമീപകാലത്ത് വരുന്നത്. ഈ ജനാധിപത്യം അത് വിജയിക്കുന്നതിന് സമൂഹത്തിന് ഒരു വലിയ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വത്തിന് സമൂഹം വളരണം. അടിയന്തരാവസ്ഥ കാലത്ത് കേരളം പോലും അടിയന്തരാവസ്ഥയാണ് അനുകൂലിച്ച് 20 സീറ്റും ഒരു പാർട്ടിക്ക് തന്നെ കൊടുത്തു, ഒരു മുന്നണിക്ക് തന്നെ കൊടുത്തു. ആ പശ്ചാത്തലം ഉത്തരേന്ത്യയിൽ വിദ്യാഭ്യാസ രംഗത്തെ ആൾക്കാരെ മറിച്ചാണ് ചെയ്തത്. ഈ പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. അത് ഒരു ഇലക്ഷൻ കൊണ്ട് തീരുന്നതല്ല രാഷ്ട്രീയം എന്നുള്ളതാണ്. അതനുസരിച്ച് നമ്മുടെ ജനാധിപത്യം ഇപ്പോഴും ശക്തിപ്പെട്ടിട്ടില്ല എന്നുള്ള വിമർശനം നമുക്ക് എല്ലാവരും ഇനിയും മുന്നേറാം. അപ്പോ ആ നിലയ്ക്ക് സമൂഹത്തെ ശക്തിപ്പെടുത്തണമെങ്കിൽ ജനാധിപത്യത്തിന്റെ ശക്തമായ അടയാളം എന്ന് പറയുന്നത് പൊതുസമൂഹം.